ഇരുത്തം വന്ന നേതാക്കന്മാരാണ്, പക്ഷെ ഹാങ് ഓവർ വിട്ടിട്ടില്ലേ? ഇരുത്തം വന്നു എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ വീട്ടിൽ തന്നെ ഇരിക്കാമല്ലോ. അപ്പൊ എല്ലാം കൊണ്ട് ഇരുത്തം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് 18 വയസ്സിന് മുമ്പേ പണക്കൊഴുപ്പിൽ നേടിയെടുത്ത ലൈസൻസും കൊണ്ടാണ് ഇത്രയും വർഷം വണ്ടി ഓടിച്ച് കളിച്ചതും. ഗതാഗത മന്ത്രിയായിട്ട് തന്നെ, അതെന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. ഗതാഗത മന്ത്രിയായിട്ട് തന്നെ വരുന്നു, എന്നിട്ട് നിയമലംഘനങ്ങളെ പറ്റി വാതോരാണ്ട് പറയുന്നു. അദ്ദേഹം വണ്ടി ഭ്രാന്തനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ കൈൻഡ് ഓഫ് വണ്ടികളും ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാള്. ബസ്സൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് വേറെ ആരും ഓടിച്ച് അങ്ങനെ ശരിയാവില്ല. ഉദ്ഘാടനമൊക്കെ ഞാൻ തന്നെ ഓടിച്ച് ഞാൻ തന്നെ നടത്തണം. JCB ആണെങ്കിലും റോഡ് പണിക്ക് വന്ന മറ്റേ ട്രോളർ ആണെങ്കിലും ഞാൻ തന്നെ ഓടിക്കണം. എന്നിട്ട് എനിക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ എനിക്ക് അതിന്റെ മുകളിൽ കയറി ഇരിക്കണം. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയാറില്ലേ, നമ്മുടെ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു, അല്ലെങ്കിൽ സ്വപ്ന സഞ്ചാരി, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളായിരുന്നു APJ അബ്ദുൽ കലാം. ശരിക്കും അത് അബ്ദുൽ കലാം അല്ല, അത് ഗണേഷ് കുമാറാണ്. കാരണം ഏത് ഉറക്കത്തിന് പെട്ടെന്ന് ഞെട്ടി എണീക്കും, പിറ്റേ ദിവസം വന്നിട്ട് പറയും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റാൻ പോവുകയാണ്, ഇനി മുതൽ അല്ല വേണ്ടത്, പകരം എനിക്ക് കയറ്റത്ത് നിർത്തിയിട്ട് അവിടെ ക്ലച്ച് താങ്ങി നിർത്തണം. ഫവാസെ, നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് പറഞ്ഞ നമ്മുടെ ഗണേഷ് കുമാർ, അദ്ദേഹം വലിയൊരു നിയമലംഘനത്തിന്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലൈസൻസ് പോവാണെന്നുള്ളൊരു ന്യൂസാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു തഗ് ഡയലോഗ് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹി. ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിന്റെ കക്കൂസ് കഴിയും, പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീഴ്ച കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. അപ്പോൾ നിയമത്തെ മാനിക്കുന്ന നമ്മുടെ ഗതാഗത മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറിന് 18 തികയും മുമ്പേ ലൈസൻസ് കിട്ടി എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ലൈസൻസ് പോകാൻ പോവുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും കളയണമല്ലോ, എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ലൈസൻസ് എടുത്ത് അല്ലെങ്കിൽ നിയമത്തെ മാനിക്കണം എന്ന് നിയമം അറിയാവുന്ന ഒരാൾ തന്നെ, അന്നും മന്ത്രിപുത്രനായിരുന്നു, സെലിബ്രിറ്റി ആയിരുന്നു, നടനായിരുന്നു, അല്ലെങ്കിലും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സെലിബ്രിറ്റി ആയിട്ട് ജനിച്ച് വളർന്ന മനുഷ്യനാണ്. അപ്പോൾ നിയമത്തെ അറിയാത്ത ഒരാളുമല്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് 18 വയസ്സിന് മുമ്പേ പണക്കൊഴുപ്പിൽ നേടിയെടുത്ത ലൈസൻസും കൊണ്ടാണ് ഇത്രയും വർഷം വണ്ടി ഓടിച്ച് കളിച്ചതും. ഗതാഗത മന്ത്രിയായിട്ട് തന്നെ, അതെന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. ഗതാഗത മന്ത്രിയായിട്ട് തന്നെ വരുന്നു, എന്നിട്ട് നിയമലംഘനങ്ങളെ പറ്റി വാതോരാണ്ട് പറയുന്നു. എത്ര പേരെയാണ് ചേസ് ചെയ്തൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ബസ് ഡ്രൈവർ KSRTC എപ്പോഴോ വെള്ളം കുടിക്കാൻ എടുത്തതിന്റെ പേരിൽ, വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിച്ചതിന്റെ പേരിൽ, കുപ്പി താഴെ ഇട്ടു എന്നുള്ളതിന്റെ പേരിൽ, വെള്ളം കുടിച്ച കുപ്പി താഴെ ഇട്ടു എന്നുള്ളതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ചേസ് ചെയ്ത് പിടിച്ച് ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചുകൊണ്ട് സിനിമ സ്റ്റൈലിൽ വലിയൊരു പ്രകടനമൊക്കെ നടത്തി ആ പാവത്തിന് പണി കളഞ്ഞത്. അപ്പൊ അങ്ങനെ നടത്തിയ ഒരാൾ, ഗതാഗത മന്ത്രിക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ വെച്ചിട്ട് നടുറോട്ടി വെച്ചിട്ട് അദ്ദേഹത്തിനൊന്ന് ഷോ ഓഫ് നടത്തണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയെ ചേസ് ചെയ്ത് പിടിച്ച് അതിനകത്തു നിന്നുള്ള അത്രയും ആളുകളെയും ബുദ്ധിമുട്ടിച്ചിട്ട് കുടിച്ച വെള്ളം കുപ്പി അവിടെ ഇട്ടു എന്നുള്ളതിന്റെ പേര് വരെ പ്രശ്നമാക്കി നിയമലംഘനം ഉയർത്തിക്കാട്ടി വലിയ രാജാവ് കളിച്ചൊരു മനുഷ്യനാണ്. 18 വയസ്സ് തികയണതിന് മുന്നേ ഇതിലും വലിയ എന്ത് എനിക്ക് അറിയില്ല. സഞ്ജു ടെക്കിയുടെ ഒക്കെ ഇത് തെറിപ്പിച്ച സമയത്തും അദ്ദേഹം പറഞ്ഞ ഡയലോഗുകളൊന്നും നമ്മൾ മറക്കില്ല. നിയമലംഘനം നടത്തുന്നവനെ, അവനെ പോലെയുള്ളവരെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? മെഡിക്കൽ കോളേജിന്റെ കക്കൂസ് കഴിക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ വാർത്ത ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു. ഒരുപാട് പേർക്ക് ചിരിക്കാനുള്ളൊരു വകയുണ്ട് ഇതിനകത്ത്. ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയാറില്ലേ, നമ്മുടെ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു, അല്ലെങ്കിൽ സ്വപ്ന സഞ്ചാരി, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളായിരുന്നു APJ അബ്ദുൽ കലാം. ശരിക്കും അത് അബ്ദുൽ കലാം അല്ല, അത് ഗണേഷ് കുമാറാണ്. കാരണം ഏത് ഉറക്കത്തിന് പെട്ടെന്ന് ഞെട്ടി എണീക്കും, പിറ്റേ ദിവസം വന്നിട്ട് പറയും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റാൻ പോവുകയാണ്, ഇനി മുതൽ അല്ല വേണ്ടത്, പകരം എനിക്ക് കയറ്റത്ത് നിർത്തിയിട്ട് അവിടെ ക്ലച്ച് താങ്ങി നിർത്തണം. അതല്ലെങ്കിൽ പിറ്റേന്ന് പറയും ഇവിടുത്തെ സ്റ്റാൻഡേർഡേ ശരിയല്ല, ഇതൊക്കെ മാറ്റണം, യൂറോപ്യൻ സ്റ്റൈലിൽ ഞാൻ എടുക്കാൻ പോവുകയാണ്, എന്നിട്ട് ഇനി മുതൽ ബസ്സൊന്നും തല്ലിപ്പൊളി ബസ്സുകളൊന്നും ഇടാൻ പാടില്ല, വേറെ ബസ് വരണം, നിങ്ങൾ ഗ്രൗണ്ടിന് വലിപ്പം പോരാ, ഇത് മാറ്റണം, കയറ്റം വേണം, കയറ്റത്ത് വണ്ടി നിർത്തിയുള്ള സെറ്റപ്പ് വേണം. ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആളാണ്. കിടന്ന കിടപ്പിന്ന് പെട്ടെന്ന് ബോധോദയം വരും. എന്താ പറയുക, ബുദ്ധനേക്കാൾ വലിയ ബോധോദയം വരുന്ന ആളാണ് ഈ ഗണേഷ് കുമാർ. വരുന്നത് മാത്രമല്ല, പിറ്റേ ദിവസം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും പറയും. അതെ, ഒന്നും നടക്കോ ഇല്ല, പ്രാക്ടിക്കലോ ഒന്നും അറിയില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ടെക്കിയുടെ കാര്യം പറഞ്ഞില്ലേ, അയാളിനെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. മനുഷ്യനാണ്, തെറ്റുപറ്റും, അറിയില്ല എന്നതിനൊരു ചാൻസ് കൊടുക്കുക. ഒരു യുവാവാണ്, അപ്പം അയാളുടെ ജീവിതം ഇപ്പം ടെക്കിയാണ്, ഇതേപോലെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഫൈന് കൊടുക്കുക, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് എഴുതി വാങ്ങിപ്പിക്കുക.
ആള് പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഒരു ചാൻസ് കൊടുക്കും, അയാളുടെ ജീവിതം കളഞ്ഞെങ്ങാണ്ട് വലിയ ആളാവില്ല. ഇപ്പം നമ്മൾ കണ്ടു ആ ബോട്ടിൻ്റെ കാര്യമൊക്കെ, KSRTC ഡ്രൈവർ വെള്ളം കുടിക്കും, മനുഷ്യനാണ്, ക്ഷീണം ഉണ്ടാവും, വെള്ളം കുടിക്കും, അല്ലാണ്ട് അതിനുള്ള സെറ്റപ്സ് ആ KSRTC ഉണ്ടെന്നോ, അല്ലെങ്കിൽ പിന്നെ നല്ല അത് കുപ്പി ഡിസ്പോസ് ചെയ്യാനുള്ള ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. അല്ലെങ്കിൽ പിന്നെ ഡ്രൈവർക്ക് അവിടുന്ന് വല്ല പൈപ്പ് ലൈൻ നേരിട്ട് വായിക്ക് കൊടുത്തിട്ട് അതിന് ഇങ്ങനെ കുടിച്ചാൽ മതി. അതെ. അത്തരത്തിലുള്ള സെറ്റപ്പ് ആക്കി ഗണേഷ് കുമാർ, ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആളാണ്. ഇത്തരത്തിലുള്ള വലിയ വലിയ എന്താ പറയാ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് KSRTC അതും കൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പടിയിറങ്ങി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇപ്പോൾ തോന്നിയത്. എന്തായാലും പടി ഇറങ്ങിപ്പോണതിന് മുമ്പ് ഒരുപാട് ഇപ്പോൾ ഫവാസ് പറഞ്ഞ പോലെ ദീർഘവീക്ഷണം ഭയങ്കരമാണ്. ജെൻഡർ ഇതുവരെ മെഷീൻ വരെ വെച്ചിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ എങ്ങും ഇല്ലാത്ത ബസ്സുകളാണ് അദ്ദേഹം വാങ്ങി കൂട്ടിയത് പോലും. അതായത് സാധാരണ പ്രൈവറ്റ് ബസ് ഇത്രയും നാള് നിരത്തിൽ ഇറക്കിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് അറിയാലോ എങ്ങനത്തെ ഓടിച്ചാലാണ് വരുമാനം ഉണ്ടാവുക എന്നുള്ളത്. പ്രൈവറ്റ് ബസ് ഇറക്കുന്ന മുതലാളിമാർ പോലും വാങ്ങിക്കാത്ത കൈൻഡ് ഓഫ് വിദേശ നിർമ്മിതിയുള്ള ബസ്സുകളാണ് 8 എണ്ണം പോയിട്ട് വാങ്ങിച്ചത്. ആ 8 എണ്ണത്തിനും ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കയറ്റമൊന്നും കയറത്തില്ല സാധനം. അതൊക്കെ വിദേശത്തുനിന്ന് ഭയങ്കര സെറ്റപ്പിൽ വാങ്ങിച്ചതാ. സാധനമൊക്കെ അടിപൊളിയാ, പക്ഷെ അവിടുത്തെ ടെറൈനിന് പറ്റിയ സാധനങ്ങളായിരിക്കും ആ സാധനം. ഇവിടുത്തെ സംഭവം ഓടിച്ചിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല സാധനം. അപ്പോൾ കിട്ടുന്ന വിലയുടെ ഇരട്ടി കൊടുത്തിട്ട് വാങ്ങിച്ച് 8 ബസ്സിന് ഒരെണ്ണം സൗജന്യവും കിട്ടി. ആ രീതിക്കൊക്കെ സംഭവമൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി ഒരു ബസ്സിന്റെ കാശ് അങ്ങോട്ട് മന്ത്രിക്ക് ഉൾപ്പെടെ വീതിച്ച് കിട്ടുകയും ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ പോയെങ്കിലും അമേരിക്കയിൽ ഓടുന്ന വണ്ടി ഇവിടെയും അതേപോലെ തന്നെ ഓടണം എന്നുള്ള ദീർഘവീക്ഷണം കൂടി അദ്ദേഹം കാണിച്ചു. അദ്ദേഹം വിചാരിച്ചു ഈ ഒരു 5 വർഷം കൊണ്ട് ഡ്രൈവ് ചെയ്യാനല്ലേ ഭരിച്ചത്, അപ്പോൾ മുഹമ്മദ് റിയാസ് അല്ലേ പൊതുമരാമത്ത്, റോഡൊക്കെ അമേരിക്കൻ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നു എന്ന് തള്ളി മറിക്കുന്നുമുണ്ട്. അപ്പൊ ഇനിയിപ്പോ അമേരിക്കൻ സ്റ്റാൻഡേർഡിലേക്കൊക്കെ നമ്മുടെ റോഡുകൾ പോകുമ്പോൾ എന്തായാലും അതിനനുസരിച്ചുള്ള ബസ്സുകൾ വേണമല്ലോ. CMA പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പുറത്ത് അമേരിക്കയിൽ പോയിട്ട് ഇവിടെ തിരിച്ചു വന്നപ്പോൾ കണ്ടിട്ട് അവർ അന്തം വിട്ടുപോയി, അമേരിക്കൻ റോഡുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പെട്ടെന്ന് അമേരിക്കൻ സ്റ്റാൻഡേർഡ് റോഡുകളിൽ ഇറക്കാനായിട്ട് അതുപോലത്തെ സ്റ്റൈൽ ഓഫ് ബസ്സുകളും വേണം എന്ന് വിചാരിച്ച ആ ദീർഘവീക്ഷണം കൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ ഗണേഷ് കുമാർ പോയിട്ട് ഇതുപോലെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വണ്ടികളൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഇവിടുത്തെ റോഡ് എന്തുകൊണ്ടോ ബസ്സുകൾക്ക് തോന്നിയില്ലെന്ന് തോന്നുന്നു അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഉള്ളതായിട്ട്. അതുകൊണ്ട് ബസ്സൊക്കെ ഇപ്പോൾ പണിമുടക്കി ഏകദേശം വയ്യാണ്ടായിട്ട് കിടപ്പാ. നമ്മുടെ KSRTCയിൽ തന്നെ നല്ല മിടുക്കന്മാരായിട്ടുള്ള മെക്കാനിക്കുകളുണ്ട് ഇതിന്റെ പാർട്സ് പിടിപ്പിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. പക്ഷെ ഇതിനൊന്നും പോരാ, പുതിയ ബസ്സുകളാണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബസ്സുകളാണ്. അതുകൊണ്ട് പ്രകാശിൽ തന്നെ കൊണ്ടുപോയിട്ട് ആണ് നമ്മുടെ ഗണേഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതിനും നികുതി പണത്തിൽ നിന്ന് ഇഷ്ടംപോലെ എടുക്കാമല്ലോ. അതുകൊണ്ട് ജനങ്ങളുടെ പണം എടുത്ത് പ്രകാശിൽ തന്നെ കൊണ്ടുപോയിട്ട് സർക്കാർ ശമ്പളം കൊടുക്കുന്ന മെക്കാനിക്കുകൾ ഇവിടെ KSRTCയിലുണ്ട്, അവർക്ക് പണി കൊടുക്കാണ്ട് അതിന് വേണ്ടിയിട്ടൊരു എക്സ്ട്രാ പേയ്മെന്റ് മുടക്കിയിട്ടാണ് പോയിട്ട് ഈ 8 വണ്ടികളും ഇറക്കിയത്. 8 വണ്ടി കിട്ടിയപ്പോൾ ഒരു വണ്ടി സൗജന്യമായിട്ടും കൂടി കിട്ടി. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ കൂടി വന്നപ്പോൾ ഇതിന്റെ ഇരട്ടി ചെലവ് വന്നിട്ടുമുണ്ട്. എന്നാലും എന്താ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വണ്ടികളാണ് നമ്മുടെ നിരത്തിൽ ഓടുന്നത്. പക്ഷെ റോഡുകൾ അങ്ങ് സെറ്റ് ആവാത്തതുകൊണ്ട് വണ്ടികളൊക്കെ പണി മുടക്കി ഒരു സൈഡിൽ കിടപ്പാ. ഇനിയിപ്പോൾ ഇതിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വണ്ടികൾ ഇറക്കും എന്നൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ട് ഇനിയും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം സഹിക്കാൻ വയ്യാണ്ടാണ് ജനങ്ങൾ അങ്ങോട്ട് തോപ്പിച്ച് വീട്ടിലിരുത്തി കൊടുത്തത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങളിൽ വലിയ കാര്യമായിട്ട് ഇടപെടാൻ പറ്റില്ല. എന്നാലും ഇറങ്ങുന്നതിന് മുമ്പ് ആ പാവം പോയിട്ട് ജെൻഡർ മെഷീനും കൂടി വെച്ചിട്ടുണ്ട്. ആണും പെണ്ണും കയറുന്നത് തിരിച്ചറിയാനുള്ള മെഷീനൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങി പോന്നിട്ടുള്ളത്. എന്തായാലും ലൈസൻസ് ഇല്ലാണ്ട് ഇത്രയും ഒരാൾക്ക് 40 വർഷം. അതെ, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര വണ്ടിഭ്രാന്തനാണ്. ഇഷ്ടം പോലെ കുഞ്ഞി കാറുകൾ വരെ ഇങ്ങനെ വാങ്ങി വീട്ടില് വണ്ടികളുടെ കുഞ്ഞി മക്കള് കളിക്കുന്ന അങ്ങനത്തെ കുഞ്ഞു കാറുകൾ വരെ വാങ്ങിയിട്ട് ഒരു മുറി നിറച്ചുള്ള ഒരു ഗണേഷ് കുമാറിന്റെ ഒരു ഇന്റർവ്യൂ പണ്ട് കണ്ടിട്ടുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ള ഇന്റർവ്യൂ. അപ്പൊ അതിൽ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം വണ്ടിഭ്രാന്തനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ കൈൻഡ് ഓഫ് വണ്ടികളും ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാള്. ബസ്സൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് വേറെ ആരും ഓടിച്ച് അങ്ങനെ ശരിയാവില്ല. ഉദ്ഘാടനമൊക്കെ ഞാൻ തന്നെ ഓടിച്ച് ഞാൻ തന്നെ നടത്തണം. JCB ആണെങ്കിലും റോഡ് പണിക്ക് വന്ന മറ്റേ ട്രോളർ ആണെങ്കിലും ഞാൻ തന്നെ ഓടിക്കണം. എന്നിട്ട് എനിക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ എനിക്ക് അതിന്റെ മുകളിൽ കയറി ഇരിക്കണം. എന്നിട്ട് ഞാൻ അതെ എനിക്ക് അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുള്ളൂ. എന്നിട്ട് മറ്റേ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എല്ലാം പുള്ളിക്കാർക്ക് സ്റ്റാൻഡേർഡാണ്. പുള്ളി വിദേശ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിലെല്ലാം ചെയ്യുള്ളൂ. അപ്പൊ റോഡ് ടാറിങ് നടത്തുന്നത് എങ്ങനെയാണെന്ന് വരെ വിശദീകരിച്ചുകൊണ്ട് ആ മറ്റേ റോഡ് റോളിംഗ് മെഷീന്റെ പുറത്ത് കയറി ഇരുന്ന് വരെയൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അതുപോലെ എല്ലാ വണ്ടികളും ഓടിക്കുന്ന ഇത്രയും മഹാനായ മനുഷ്യന് 18 തികയുന്നതിന് മുമ്പേ ലൈസൻസ് കിട്ടി എന്നുള്ളൊരു വലിയ വാർത്ത വരുമ്പോ ഇനിയിപ്പോ ആജീവനാന്ത കാലം വണ്ടിയിൽ തൊടാൻ പറ്റൂലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഒത്തിരി ആളിനെ കൊടുത്തു കഴിഞ്ഞു. പണക്കൊഴുപ്പ് ഉള്ളവരാണ് ഇങ്ങനത്തെ തെണ്ടിത്തരൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ തെണ്ടിത്തരം ചെയ്യുന്നവരെ മെഡിക്കൽ കോളേജിന് കക്കൂസ് കഴിക്കണമെന്നും പറഞ്ഞായിരുന്നു അദ്ദേഹം.
അപ്പൊ മൂപ്പർക്ക് വേണ്ട ശിക്ഷയും മൂപ്പരനെ പറഞ്ഞത് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. ഈ ആളുടെ മൂപ്പര് പോയി കുഴപ്പം ചെയ്യുമോ എന്താണെന്നുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതെ. മൂപ്പര് പോയി ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയണമല്ലോ. എന്തായാലും സഞ്ജു ടെക്കി പോലെയുള്ള സഞ്ജു പറയുന്നുണ്ട്, അപ്പോഴും എപ്പോഴും അതെ അയാൾ പറയുന്നുണ്ട്. ആ സമയത്ത് അയാളല്ല വണ്ടി ഓടിച്ചത്, പുറകിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തപ്പോൾ യൂട്യൂബ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്. അയാൾ ചെയ്ത തെറ്റല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അയാളുടെ അറിവുകേട് കൊണ്ടാണ് ചെയ്തത്. അതിന് കൊടുത്ത ഫൈനും കാര്യങ്ങളും എല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അത് അയാളുടെ ലൈസൻസ് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞു. ആ ചെറുപ്പക്കാരോട് ചെയ്ത ഏറ്റവും വലിയൊരു അയാൾക്ക് ഇനിയും ലൈഫ് ഒരുപാട് കിടക്കുകയാണ്. ഇതുപോലെ ടെക്കി ആയിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. അങ്ങനെ ഒരാളെ ഇത്തരം ട്രാവൽ വ്ളോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളുടെ ലൈസൻസ് കട്ട് ചെയ്തിട്ട് അയാളെ നിരന്തരം അയാളുടെ ആ സമയത്തൊക്കെ ഗണേഷ് കുമാറിന് വേണ്ടി മാത്രം പണിയെടുത്ത കുറേ ചാനൽ, അയാൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ചാനലൊക്കെ ഉണ്ടായിരുന്നു. ചാനൽ മീൻസ് ഓൺലൈൻ മാധ്യമങ്ങൾ. അതിലൊക്കെ സ്ഥിരമായിട്ട് ഈ ടെക്കിക്കെതിരെ പണക്കൊഴുപ്പിന്റെ കാര്യം പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരെ എത്ര മോശം വാക്കുകൾ വെച്ചിട്ടൊക്കെ സഞ്ജു ടെക്കിനെയൊക്കെ അറിവില്ലായ്മയാണെന്ന് അയാൾ എടുത്തെടുത്ത് പറയുമ്പോഴും ഓരോ ഇതിലും വന്നിട്ട് മാസ് ഡയലോഗ് അടിച്ച് സിനിമ സ്റ്റൈലിൽ ആ വാർത്തകൾ പുറത്തുവിട്ട് ആ റീലുകൾ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് അങ്ങനെ എന്തോരം പുള്ളിക്കാരൻ ആർമാദിച്ചിട്ടുണ്ട് സിനിമ സ്റ്റൈലിൽ. അപ്പോൾ അങ്ങനെ ഗണേഷ് കുമാർ ആർമാദിച്ചതിനൊക്കെ ഗണേഷ് കുമാർ കാരണം പണി കിട്ടിയ ഒരുപാട് പേര് അവർ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും വെറുതെ വിടാണ്ട്, അല്ലെങ്കിൽ ആ ഇപ്പൊ സഞ്ജു ടെക്കി മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ആ കുപ്പിയുടെ വിഷയത്തിലാണെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജോലി തെറിപ്പിച്ച് അയാളെ ചേസ് ചെയ്ത് നടുറോട്ടിൽ തന്നെ വിളിച്ചിട്ട്, ഗതാഗത മന്ത്രിയല്ല അയാള്, പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു നിയമലംഘനം കണ്ടു എന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ നിന്ന് ഗതാഗത മന്ത്രിയല്ലേ ഈ ചേസ് ചെയ്ത് നടുറോട്ടിൽ തന്നെ പിടിക്കണമെന്നുണ്ടോ? ഈ ആളെ വിളിപ്പിക്കാമല്ലോ എല്ലാ തെളിവുകളോടും കൂടിയിട്ട്, അല്ലെങ്കിൽ ഇന്നിടത്തേക്ക് വിളിച്ചു പറയാമല്ലോ, അയാൾ ചെന്ന് കയറുന്ന സ്ഥലത്ത് വിളിച്ചു പറയാമല്ലോ. ഇതൊന്നും ചെയ്യാണ്ട് നടുറോട്ടിൽ. പക്ഷെ ആ സമയത്തും ക്യാമറ ഓൺ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ക്യാമറ ഓൺ ആയിരുന്നു, മൈക്കും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ പോകുന്നിടത്തൊക്കെ മൈക്കും കൊണ്ടാണ് നടക്കുന്നത്. പേഴ്സണൽ ക്യാമറമാനും മൈക്കും എപ്പോഴും ആ കാറിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അല്ല മീൻസ് ഇങ്ങനെ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളിലെല്ലാം മൈക്ക് ഉണ്ടാവും. നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് എടുക്കുന്നതിനേക്കാളും ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരിക്കും അയാൾ ഒരാൾ ചെവി പറയുന്ന കാര്യങ്ങൾ പോലും മീഡിയാസിൽ വരുന്നത്. അപ്പം അദ്ദേഹം തന്നെ തരും നല്ല ഫോട്ടോ. ഇപ്പോൾ നേരത്തെ റിനിയാൻ ജോർജിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ പറഞ്ഞല്ലോ നല്ല ഫോട്ടോസ് അവർ തന്നെ ഇട്ട് തരുമായിരുന്നു എന്ന്. അപ്പം അതുപോലെ ഗണേഷ് കുമാർ തന്നെ പറയും ചാനലുകൾക്ക് ആഘോഷിക്കാനുള്ളത് ഞാൻ തന്നെ നല്ല ക്ലാരിറ്റിയിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഞാൻ തരാം. ചെവി പറയുന്ന കാര്യങ്ങൾ പോലും കൃത്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വോയിസ് ക്ലാരിറ്റി ഉണ്ടാവും, വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം അദ്ദേഹം ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ സ്റ്റൈൽ ജീവിതം, അല്ലെങ്കിൽ സുരേഷ് ഗോപിയും അതിൻ്റെ ഒരു ബാക്കി പോലെ ഗണേഷ് കുമാറും ഒക്കെ സിനിമ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഹാങ് ഓവർ മാറാണ്ട് അങ്ങനെ നേതാക്കന്മാരാണ്, പക്ഷെ ഹാങ് ഓവർ വിട്ടിട്ടില്ലേ? ഇരുത്തം വന്നു എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കാമല്ലോ. അപ്പോൾ എല്ലാം കൊണ്ട് ഇരുത്തം വന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് പേർക്ക് സന്തോഷിക്കാവുന്നല്ലേ. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ പത്തനാപുരത്തെ ഈ തോൽവി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം നൽകിയതായിരുന്നു. അപ്പം അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഒരു കാര്യം കൂടി അറിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ പ്രാക്കുണ്ടല്ലോ ഫവാസെ, ഒരുപാട് പേരുടെ. ഇപ്പൊ ഫവാസ് പറഞ്ഞ പോലെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് നേരം വിളിക്കുമ്പോൾ പുതിയ ബോധോദയങ്ങളുമായിട്ടാണ് അദ്ദേഹം എണീറ്റ് തരണത് തന്നെ. അങ്ങനെ ഒരാള് എന്തോരം ഇട്ട് വട്ടം കറക്കാവോ മാതിരി വട്ടം കറക്കലൊക്കെ കഴിഞ്ഞു. ഒരുപാട് ഷോ ഓഫ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഇനി ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. പിന്നെ വിദേശത്ത് ഇഷ്ടംപോലെ ബിസിനസ് സാമ്രാജ്യമൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവില്ലേ നടക്കുള്ളൂ. എന്തായാലും വണ്ടി ഭ്രാന്തനായ അല്ലെങ്കിൽ വണ്ടികളെ ഭയങ്കര സ്നേഹിക്കുന്ന മുൻ ഗതാഗത മന്ത്രി എന്ന ലേബലുള്ള ഗണേഷ് കുമാറിന് ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അറിയാൻ പറ്റണത്.